അടുത്തത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ STDs. സോ പേര് പറയുന്ന പോലെ തന്നെ ഇത് ഒരു ഇൻഫെക്ഷൻ അഥവാ ഡിസീസാണ്. സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ അല്ലെങ്കിൽ കോയിറ്റസിലൂടെ മാത്രം ട്രാൻസ്മിറ്റഡ് ആവുന്ന ഡിസീസുകളെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ STDs ആണ്. സോ ഇൻഫെക്ഷൻസ് അഥവാ ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇൻ്റർകോഴ്സ്, സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ മാത്രം വരുന്ന ഡിസീസുകളാണ് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത്. അതിന് വേറെ STDs എന്ന് മാത്രമല്ല, അതിന് വേറെ 2 പേരും കൂടിയുണ്ട്. വെനറൽ ഡിസീസ്. സോ STDs തന്നെയാണ് വെനറൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് വേറൊരു പേര് കൂടിയുണ്ട്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് അഥവാ RTI. റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് അഥവാ വെനറൽ ഡിസീസ് അഥവാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അഥവാ STDs. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾക്ക് എക്സാമ്പിളാണ് ഗൊണേറിയ, സൈഫിലിസ്, ജെനിറ്റൽ ഹെർപ്പസ്, ക്ലെമൈഡിയാസിസ്, ജെനിറ്റൽ വാട്ട്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്. ഒരിക്കൽ കൂടി പറയാം, കോമൺ ആയിട്ടുള്ള STDs ആണ് ഗൊണേറിയ, സൈഫിലിസ്, ജെനിറ്റൽ ഹെർപ്പസ്, ക്ലെമൈഡിയാസിസ്, ജെനിറ്റൽ വാട്ട്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് എയ്ഡ്സ്. ഇതിൽ ജെനിറ്റൽ ഹെർപ്പസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് എയ്ഡ്സ്, ജെനിറ്റൽ ഹെർപ്പസ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് എയ്ഡ്സ്, ഈ 3 STDs വെച്ച് ബാക്കി എല്ലാ ഡിസീസും ക്യൂറബിൾ ആണ്, പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഈ ഡിസീസുകളെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഡയഗ്നോസ് ചെയ്ത് നമ്മൾ ഇന്ന ഡിസീസാണ് തിരിച്ചറിയണം. സോ ആദ്യം തന്നെ ഇത് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുകയാണെങ്കിൽ ഈ ജെനിറ്റൽ ഹെർപ്പസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ് ഒഴിച്ച് ബാക്കി ഡിസീസുകളെയൊക്കെ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. എന്നാൽ ജെനിറ്റൽ ഹെർപ്പസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ് ക്യൂറബിൾ ആയിട്ടുള്ള ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളല്ല. ഇനി അടുത്തത് ഈ STDsന് കാരണക്കാരൊക്കെയാണ്. കോസസ് എന്ന് പറയുന്നത് വൈറസുകളാവാം, ബാക്ടീരിയ ആവാം, പ്രോട്ടോസോവ. സോ വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ ടൈപ്പ് കാറ്റഗറിയിലുള്ളതായിരിക്കാം ഈ STDsന് റീസൺ. അടുത്തത് ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പറയുന്നതാണ്, ഒന്നും കൂടി നമ്മൾ അതിനെപ്പറ്റി പറയണേ. ഈ ട്രാൻസ്മിഷൻ ഓഫ് STDs എങ്ങനെയാണ് ട്രാൻസ്മിറ്റഡ് ആവണം, ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്. അതിൽ ആദ്യത്തെ റീസൺ പറയുന്നത് ബൈ ഷെയറിങ് ഓഫ് ഇൻജെക്ഷൻ നീഡിൽസ് അല്ലെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എക്സിട്ര വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. സോ ഈ STDs ബാധിച്ച ആൾക്കാരിൽ നിന്ന് ഈ പറഞ്ഞ നീഡിൽസ്, ഇൻജെക്റ്റ് ചെയ്യുന്ന നീഡിൽസോ അവർ യൂസ് ചെയ്ത സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സോ രോഗമില്ലാത്ത ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ട്രാൻസ്മിറ്റഡ് ആവും, STDs ട്രാൻസ്മിറ്റ് ആവും. സോ ഇൻജെക്ഷൻ നീഡിൽ, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഇൻഫെക്റ്റഡ് പേഴ്സൺ യൂസ് ചെയ്തത് ഒരു അസുഖവും ഇല്ലാത്ത ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, STDs ട്രാൻസ്മിറ്റഡ് ആവും. രണ്ടാമത്തത് ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഫ്രം എൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അസുഖം ബാധിച്ച STDs ഉള്ള ഒരാളിൽ നിന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂട്ട് ചെയ്ത ഒരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് രോഗമില്ലാത്ത ആൾ ബ്ലഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, STDs ട്രാൻസ്മിറ്റഡ് ആവും. അതാണ് ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ്. സോ ബ്ലഡ് ട്രാൻസ്ഫർ ഒരിക്കലും ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ഇൻഫെക്റ്റഡ് അല്ലാത്തൊരു പേഴ്സണിലേക്ക് പാടുള്ളതല്ല. സോ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ ഡെഫിനറ്റ്ലി എന്തായി മാറും, അവർക്കും STDs വരാൻ തുടങ്ങും. അടുത്തത് ഫ്രം എൻ ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ്. സോ അമ്മയ്ക്ക് ഈ പറഞ്ഞ STDs ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുട്ടിക്ക് വരാനുള്ള സാധ്യത, ബിക്കോസ് അവിടെയൊക്കെ ഫ്ലൂയിഡ് കോണ്ടാക്റ്റുകൾ. സോ ഫ്ലൂയിഡ് കോണ്ടാക്റ്റുകൾ ഉള്ളിടത്തൊക്കെയാണ് ഈ പറഞ്ഞ മെയിനായിട്ട് ഫ്ലൂയിഡ് കോണ്ടാക്റ്റ് നമ്മൾ പറയുന്നത് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സിലായതുകൊണ്ടാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് എന്ന് പറയുന്നത്. സോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അമ്മയിൽ നിന്ന് അതിൻ്റെ കുട്ടിയിലേക്കും ഈ STDs സ്പ്രെഡ് ചെയ്യാം. സോ 3 കാരണങ്ങളാണ്. ഒന്ന്, ഇഞ്ചക്ഷൻ നീഡിൽസ് അല്ലെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് വേറൊരാൾ ഇല്ലാത്ത ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടും. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് പേഴ്സണിൻ്റെ ബ്ലഡ് സ്വീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. അതുപോലെ ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് ഫീറ്റസ് കുട്ടിക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്തത് എന്തൊക്കെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടോ ഇല്ലേ എന്നറിയാനുള്ള സിംറ്റംസ്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന്, ആദ്യകാലങ്ങളിലൊന്നും ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഒരുപാട് വലിയ സിംറ്റംസ് ഒന്നും കാണിക്കില്ല. സോ ഏർലി സിംറ്റംസ് വളരെ മൈനർ ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ സിംറ്റംസ് നോട്ടീസബിൾ അല്ല, ശ്രദ്ധിക്കാതെ പോകും.
ഫോർ എക്സാമ്പിൾ ഇച്ചിങ്, ജസ്റ്റ് ആ ജെനിറ്റൽ റീജിയനിലൊക്കെ ഇച്ചിങ്, ചൊറിച്ചിലുണ്ടാവാം. ഫ്ലൂയിഡ് ഡിസ്ചാർജ്, അവിടെയൊക്കെ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടാവാം ജെനിറ്റൽ റീജിയനിൽ. അതുപോലെ മേ ബി സ്ലൈറ്റ് പെയിൻ ഉണ്ടാവും, ചെറിയ വേദന ഉണ്ടാവും, നേരിയ. അതുപോലെ അവിടുത്തെ ജെനിറ്റൽ റീജിയനൊക്കെ സ്വെല്ലിങ് ആവും. സോ ജെനിറ്റൽ റീജിയനിൽ ഈ മൈനർ സിംറ്റംസ് ഒക്കെ കാണും. സോ ചിലപ്പോൾ അത് വളരെ മൈനർ ആയതുകൊണ്ട് അത്ര തന്നെ ശ്രദ്ധിക്കാതെ വിട്ടുപോകാം. അപ്പോൾ മൈനറായിട്ട് ഇച്ചിങ് ഉണ്ടാവാം, ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടാവാം, സ്ലൈറ്റ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാവാം, സ്വെല്ലിങ്. ഇത്രയും സിംറ്റംസൊക്കെ ജെനിറ്റൽ റീജിയനിൽ, റീപ്രൊഡക്റ്റീവ് റീജിയനിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വളരെ മൈനറായിട്ടായിരിക്കും ആദ്യകാലങ്ങളിലുള്ള സിംറ്റംസ്, ഏർലി സിംറ്റംസൊക്കെ അങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ ഫീമെയിൽസിലാണ് ഇതുപോലെ, ഫീമെയിൽസിനാണ് ഇത് ഇൻഫെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മേ ഓഫൺ എസിംറ്റോമാറ്റിക്. എസിംറ്റോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സിംറ്റവും തന്നെ കാണിക്കാതെ പോകാം. സോ ഇൻഫെക്റ്റഡ് ഫീമെയിൽസ് ഒരു പക്ഷേ എസിംറ്റോമാറ്റിക് എന്ന് പറഞ്ഞാൽ സിംറ്റംസ് ഇല്ലാതെ തന്നെ ഒരുപാട് വർഷങ്ങളോളം അങ്ങനെ നീങ്ങാം. സോ ഹെൻസ് അൺഡിറ്റക്റ്റഡ് ഫോർ ലോങ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ചില ഇൻഫെക്റ്റഡ് ഫീമെയിൽസ് ഒരു പക്ഷേ സിംറ്റംസ് കാണിക്കാത്തത് കൊണ്ട് അവർ ഈ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാണ്ട് കുറേ നാൾ അങ്ങനെ തന്നെ പോവാം. അതും ഒരിതാണ്. സോ മെയിനായിട്ട് കാണുന്ന ആദ്യത്തെ സിംറ്റംസ് ആണ് ഇത്. പിന്നീട് ഫീമെയിൽസ് ആണെങ്കിൽ മേ ബി അവർ ഓഫൺ എന്തായി മാറാം, എസിംറ്റോമാറ്റിക് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, അവരുടെ STDs അല്ലെങ്കിൽ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് അവർക്ക് ഉണ്ടെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാണ്ട് ഒരുപാട് കാലം അങ്ങനെ തന്നെ നീണ്ടുപോകാം.